അതാണ് ഓ ഗൈസ് നോക്കൂ, അവർ സെക്കൻഡ് ഡേ, അതായത് നമ്മുടെ വണ്ടിയുടെ അടുത്ത പരിപാടി. അതായത് ഫൈനലി ഞങ്ങൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടിയുടെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്. അതായത് ഇന്നലെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ നമ്മുടെ സാധനമായ നമ്മുടെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ റെഡിയാക്കി. ഓ ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, അലഞ്ഞു. അതായത് നമ്മളങ്ങനെ നമ്മുടെ സഫാരി കുട്ടീനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ റെഡിയായി നമ്മുടെ വണ്ടിക്കകത്ത് ഞങ്ങൾ ഇറങ്ങി നമ്മൾ നേരെ പ്രിൻസിന്റെ അടുത്ത് പോവാണ്. കാരണം നമുക്ക് നിൽക്കാൻ സമയമില്ല, അല്ലേ? ഓ ഗൈസ് നോക്കൂ, അതായത് നമുക്ക് ഇനി സമയം കളയാനില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രിൻസിന്റെ അവിടെ പോയിട്ട് പ്രിൻസിനെ ചൂടാക്കി വണ്ടി ഇറക്കിക്കൊണ്ട് ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളും ചെയ്ത് തീർത്തോണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സമയം ഡിലേ ആവും. അടുത്ത മാസമേ സമയമുള്ളൂ. പിന്നെ കുറേ അധികം കമൻറ്റ് കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ. ഇതെന്താ വർക്ക്ഷോപ്പ് പരിപാടി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മെക്കാനിക്കൽ പരിപാടിയുള്ളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ചകടം എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കണം. ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ വെറുതെ വന്ന് കിടക്കുന്നതല്ല. ഇവിടെ തന്നെ ഇപ്പം തന്നെ 10-30 വണ്ടിയുണ്ട്. ഈ കാണുന്ന വണ്ടിയൊക്കെ ഇതേപോലെ ഓരോ പണിയായിട്ട് വരുന്ന. ഇതേതാണ്ട് 27 ലക്ഷം കിലോമീറ്റർ ഓടിയ കൊച്ചിൻ്റെ വോൾവോ ആണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ഈ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോങ് ഓടുന്ന വണ്ടികൾക്ക് പണി വരും. ലോങ് ഓടുന്ന വണ്ടികൾക്ക് എന്തായാലും പണി വരും, അത് തീർച്ചയായ കാര്യമാണ്. പിന്നെ ഇച്ചിരി പിന്നെ മോശപ്പെട്ട റോഡുകൾ കൂടിയൊക്കെയാണ് നമ്മുടെ വണ്ടി ഓടുന്നതെങ്കിൽ കൂടുതൽ പണി വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു യാത്ര പോകാൻ നേരത്ത് നമ്മുടെ വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി പണിയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ വഴിയിലും ചിലപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഏത് ലോഡ് വണ്ടി ആയിക്കോട്ടെ, ഏത് നാഷണൽ റോഡ് ആയിക്കോട്ടെ, പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ നമ്മുടെ യാത്രയും ഒരു കാർ കൊണ്ടും മറ്റ് സംഭവങ്ങൾ പോകുന്നതായിട്ട് താരതമ്യം ചെയ്ത്, കാരണം ഒരു കാർ കൊണ്ട് പോകാൻ നേരത്ത് അവർക്കൊരു സർവീസ് സ്റ്റേഷനിൽ കയറി സർവീസ് ചെയ്ത് അത് പോകുന്ന കേസുള്ളൂ. മേജർ ഇഷ്യൂസ് വന്നാലേ വഴി കിടക്കാറുള്ളൂ. കാരണം കാറും ഈ വലിയ വലിയ വണ്ടികളും തമ്മിൽ കുറേ വ്യത്യാസം കാണും. ഡീസൽ വണ്ടികൾ വലിയ വലിയ വണ്ടികൾക്ക് കംപ്ലയിൻറ്റ്സ് എപ്പോഴും കൂടുതലായിരിക്കും. പെട്രോൾ വണ്ടികൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ടയോട്ടയുടെ ഒക്കെ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മെയിൻ്റനൻസ് സംഭവങ്ങളൊന്നും വരികയില്ല. പക്ഷേ നമ്മുടെ വാഹനം എന്ന് പറഞ്ഞാൽ റഫായ റൂട്ടിൽ ചറപറ അലഞ്ഞു കിടന്ന് ഓടുന്നതുകൊണ്ട് ഈ വണ്ടികൾക്ക് പണി വരും. പണി വന്നാൽ പണിയണം, അല്ലാതെ നമ്മളെ പണി വെച്ച് ഓടിച്ചിട്ട് കാര്യമില്ല. കുറേ പേരുടെ പിന്നെ കമൻറ്റ് കാണുമ്പോൾ തോന്നും നമ്മൾ മനഃപൂർവ്വം കൊണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്. വണ്ടിക്ക് പണി വരും, വണ്ടി അത് പണിയണം. ഇനി ചൈനയിലേക്ക് പോകാൻ നേരത്ത് വണ്ടിക്ക് അവിടെ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ഷോക്ക് മുതൽ നമ്മുടെ വണ്ടിയുടെ ടയർ മുതൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗം മുതൽ പുക മുതൽ ഇത് മൊത്തം ടെസ്റ്റ് ചെയ്ത് അവർ ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പേപ്പർ കിട്ടിയാലേ വണ്ടി അതിൻ്റെ ഉള്ളിൽ ഓടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ചൈനീസ് നമ്പർ പ്ലേറ്റ് കിട്ടുള്ളൂ. അങ്ങനെ കുറേ കാര്യം ചെയ്യണം. അതിനൊക്കെ നമ്മൾ നമ്മുടെ വണ്ടി പെർഫെക്റ്റ് ആയിട്ട് പണിയണം, അല്ലാതെ കാര്യം നടക്കില്ല. ഇത് ഈ നമ്മളെന്താ പറയുക, അതായത് കുറേ ആൾക്കാരുടെ കമൻറ്റ് കാണുമ്പം എനിക്ക് തോന്നും അതായത് നമ്മൾ മാത്രമേ വണ്ടി പണിയുന്നുള്ളൂ. അല്ല, എല്ലാവരും വണ്ടി പണിയുന്നതാണ്. ഈ വണ്ടി യാത്ര കഴിഞ്ഞ് വന്ന് ഇതിന് പണിയുണ്ട്. ഇതിപ്പം പണിയാതെ ഇട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എസ്.എസ്.സിലല്ല TT പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് പണിയാതെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പം TT കൊണ്ടുവരുമ്പോൾ SSC പോകുമ്പോൾ ഇത് പണിയും. അപ്പം ഇതിനൊക്കെ പണിതാൽ മാത്രമേ ഈ വണ്ടി ഓടുകയുള്ളൂ, അല്ലാതെ പണിയാതെ ഒരു വാഹനം ഓടിയല്ല. വേറെ ഒരു വണ്ടിയാണ് 40,000 കിലോമീറ്റർ യാതൊരു സർവീസ് ഇല്ലാതെ ഓടുവോ? ഗൈസ്, വേറെ കാര്യം 40,000 കിലോമീറ്റർ ഒരു സർവീസ് പോലും ഇല്ലാതെയാണ് നമ്മുടെ TT നെപ്പോളിയൻ ഓടി ഇവിടെ എത്തിയത്. അത് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പണികളാണ് നമുക്ക് കിട്ടിയത്. ചിലവർ പണികൾ വന്നു കഴിഞ്ഞാൽ കാണിക്കുകയല്ല, ചിലവർ കാണിക്കും. അത് ഓരോരുത്തരുടെ ഇതാണ്. നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ വണ്ടിയിൽ താമസിച്ച് നമ്മുടെ വണ്ടി നമ്മുടെ വീടാണ്. അപ്പം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്തംഭിതനായി. പിന്നെ അതാണ് നമുക്ക് നമ്മുടെ അത് ശരിയാക്കിക്കൊണ്ട് പോകാന്നുള്ളതാണ് നമ്മുടെ മാർഗം. അല്ലാതെ കുറേ ആൾക്കാർ എന്താ പറയുക അവസരം മുതലാക്കി കീച്ചോട് കീച്ചാണ്. ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചിലരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഏത് നാഷണൽ പെർമിറ്റ് ആയിക്കോട്ടെ, എത്ര വലിയ ബസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല ഈ കാണുന്ന ഈ കൊച്ചിൻ്റെ വണ്ടി 27 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആ വണ്ടി വരെ ഇവിടെ മെയിൻ്റനൻസിന് വന്ന് കിടക്കുകയാണ്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും പണിയുണ്ടാവും. പിന്നെ ഈ വർക്ക്ഷോപ്പും പിന്നെ ഇതൊക്കെ എന്തിനാ, പിന്നെ എല്ലാ വർക്ക്ഷോപ്പിലും വണ്ടി പണിയാൻ വേണ്ടിയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് തേയ്മാനം ഉണ്ടാവും, പണിയുണ്ടാവും. പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയാകുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ വണ്ടി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയിലും ഒന്നിനും കുറ്റം പറയാനില്ല. നമ്മൾ നമ്മുടെ ഇതിന് ശരിയാക്കി എടുക്കുന്നു, നമ്മൾ നമ്മുടേതായ ആൾക്കാരെ കണ്ടുപിടിക്കുന്നു, അവരെ കൊണ്ട് വണ്ടി ശരിയാക്കുന്നു, നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നു. അല്ല നമ്മളവിടെ കിടന്ന് കരയാറോ ഇങ്ങനെ ഒന്നുമില്ല. അപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അടിയിൽ വർക്ക്ഷോപ്പ് ബ്ലോഗ് തുടങ്ങി, അത് തുടങ്ങി, ഇത് തുടങ്ങി എന്നും പറഞ്ഞ ആൾക്കാർ ഈ കമൻറ്റ് കാണുമ്പം അതിനൊരു ഉത്തരവായിട്ട് പറഞ്ഞോട്ടെ. ഇത് ഈ കാണുന്നതാ ഭാരത് ബെൻസ് വണ്ടികൾ കിടക്കുന്നത്. ഇനി ഇപ്പം ഇവിടെ ടാറ്റ, ഇവിടെയൊക്കെ എല്ലായിടത്തും വണ്ടികളുണ്ട്. വണ്ടിയാകുമ്പോൾ ഇതിന് പണി വരും. അതിനെക്കുറിച്ച് ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാഹനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചു അങ്ങനെ ഒരു ചില ആൾക്കാരുടെ ചിന്താഗതി, ചില ആൾക്കാരുടെ രീതി അതാണ്. പക്ഷെ നമ്മളൊരു വാഹനം
നമ്മുടെ വാഹനം അത് മാക്സിമം നമ്മൾ ഓടിച്ച് ആ വാഹനം കൊണ്ട് നമ്മൾ എത്താൻ പറ്റുന്നത് എത്തും. ഈ വാഹനമാകുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് അതൊക്കെ നമ്മൾ തീർത്ത് അങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരിക്കലും ഒരു കാറിനെ ബേസ് ചെയ്ത് ഒരു വലിയ വണ്ടി സംസാരിക്കില്ല. കാരണം ആ ഒരു കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് വേറെ, ഇതിൻ്റെ പർപ്പസ് വേറെ. പിന്നെ കാറിന് വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വരവുള്ളൂ, അങ്ങനെയല്ല വലിയ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു ഒടുക്കത്തെ വരവുമാണ്. അതേപോലെ തന്നെ അത് നമുക്ക് 20 വരിക്കും. കാരണം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിന്നെ ബസ് ഒരു ദിവസം ഓടുന്നതിൽ 7500 മുതൽ 8000 ഇങ്ങനെ എണ്ണ വേണം. ഈ ട്രാവലർ ഒരു ദിവസം ഓടുന്നതിൽ 6000 രൂപയുടെ എണ്ണ വേണം. അപ്പോൾ അത്ര എണ്ണ അടിച്ച് നമ്മൾ കണ്ടിന്യൂസ് ഔട്ട്, അതൊരു ഫുൾ ടാങ്കിന് ആ വണ്ടി ആകെ 300 കിലോമീറ്റർ ഓടും. ഈ 300 കിലോമീറ്റർ ഇപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക, നമ്മൾ 300 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചൈനയിൽ ഞങ്ങൾക്ക് ലിസ്റ്റ് ടാർഗറ്റ് തന്നാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ദിവസം ഉണ്ട് മൊത്തം. അതിൽ ഒരു ദിവസമാണ് റെസ്റ്റ്. ആ 19 ദിവസത്തിൽ എല്ലാ ദിവസവും 300 കിലോമീറ്റർ ഓടണം. പിന്നെ അതിൽ ഒരു ദിവസം 600 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പ് ആയിരിക്കില്ല അവിടുത്തെ റോഡുകൾ. എല്ലാ റോഡുകൾക്കും അതിനും ഇതിനൊക്കെ വ്യത്യാസം. നമ്മൾ പല സ്ഥലത്ത് കിടന്ന് ഓടാൻ നേരത്ത് അതിൻ്റെ വ്യത്യാസം വരും. ഇപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ വാഹനം അതായത് ഈ ടെമ്പോ ട്രാവലർ അത് ശരിക്കും 20,000 എഞ്ചിൻ ഓയിൽ മാറി ഫിൽറ്റർ മാറി അങ്ങനെയാണ് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ വണ്ടികളും ഓടുന്നത്, എല്ലാ വണ്ടികളും. പക്ഷെ നമ്മുടെ വണ്ടി 40,000 കിലോമീറ്റർ ഒരു സാധനം ചെയ്യാതെ നമ്മൾ ഓടി, അത്ര വലിയ സാധനം ഓടി. എന്നിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ പണിക്ക് കയറ്റിയാക്കുന്നത്. അതേ സമയത്ത് നമ്മൾ 20,000 കയറ്റിയാണ് എത്ര സ്ഥലത്ത് സാധനം കയറ്റുന്നറിയോ. അപ്പൊ ചില ആൾക്കാർ ഈ കമന്റ് സംഭവങ്ങൾ കാണാൻ നേരത്ത് ഞാൻ കുറെ ഇത് പറയണമെന്ന് വിചാരിക്കുന്നത്, പിന്നെ ഞാൻ മറന്നു പോട്ടെ. ദൈവത്തെ ഓർത്ത്, അതായത് വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ട് തൂത്ത് തുടച്ച് ഒരു 10-15 കിലോമീറ്റർ ഓടിച്ച് വീണ്ടും വീട്ടിൽ തന്നെ തൂത്ത് തുടച്ച് ആ രീതിയിൽ വണ്ടി ഓടിക്കുന്നവർ ആ രീതി, അത് അവരുടെ കാഴ്ചപ്പാടിൽ അത് അവർക്കത് ഓക്കെ ആയിരിക്കും, വണ്ടിക്ക് ഓക്കെ ആയിരിക്കും. കാരണം അവർ ആ രീതി ആയിരിക്കും. പക്ഷെ നമ്മുടെ രീതി, എൻ്റെ കാഴ്ചപ്പാടിൽ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ നിന്ന് കിടന്നോടണം. വണ്ടിക്ക് പണി വരും, ചിലപ്പം കിടക്കേണ്ടി വരും, ആ പാർട്സ് ഒപ്പിക്കണം. അതൊക്കെയാണ് യാത്ര എന്ന് പറയുന്നത്. അതായത് യാത്രയിലുള്ള സംഭവങ്ങളൊക്കെ അതാണ്. അല്ലാതെ നമ്മൾ ഇപ്പം തൂത്ത് തുടച്ച് നമ്മൾ അയ്യോ അത് പറ്റുമെന്ന് ഓർത്ത് ഇപ്പം ആ കയറ്റം കയറ്റാതെ, അല്ല അയ്യോ ഇത് പറ്റുമെന്ന് ഓർത്ത് ഈ കുഴി ഇറക്കാതെ, അയ്യോ ഇത് പറ്റുമെന്ന് ഓർത്ത് ആ വെള്ളത്തിൽ ഇറക്കാതെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് സേഫ് സോണിൽ ഓടിച്ചാൽ പോലെ. അതിൽ കഥയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഞാൻ നേരെ പ്രിൻസേട്ടൻ്റെ അടുത്തോട്ട് പോവാണ്. ഞാൻ നിങ്ങളെ പിന്നെ വന്നിട്ട് കാണിച്ചു തരാം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ മറ്റേ ആ ചൈനയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഏതാണെന്നുള്ള ഫിറ്റ്നസ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നമുക്കിനി ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വശത്ത് അത് എത്ര പെട്ടെന്ന് പ്രിൻസേട്ടൻ്റെ അടുത്ത് വണ്ടി പ്രിൻസേട്ടൻ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രിൻസേട്ടനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ വണ്ടി പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം കേട്ടോ. ഷെബിൻ പറഞ്ഞില്ല, എനിക്കൊരു കാര്യം കൂടെ പറയാം. ഈ വണ്ടി നമ്മുടെ വണ്ടി ഒന്നും 4x4 ഒന്നും അല്ല. 4x4 ഉള്ള വണ്ടി തന്നെ ആൾക്കാർ കരച്ചില്ല. എന്നാന്ന് വെച്ചാൽ അവിടെ കയറുന്നില്ല ഇവിടെ കയറുന്നില്ല പറഞ്ഞാൽ ഇത് 4x4 അല്ല, ഒന്നുമല്ല. എന്നിട്ട് വരെ ഇത് എല്ലാ കയറ്റവും എല്ലാം ഇറക്കോ എല്ലാം കയറി പോകുന്നില്ലേ വണ്ടി. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറഞ്ഞ പഴയ വണ്ടി ശകടം വണ്ടി എടുക്കുന്ന പോലെ ഗൈസ്, നമുക്ക് ആഗ്രഹം നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പകാലത്ത് സ്വപ്നം കണ്ട വണ്ടികളാണ് ഈ സഫാരി, അതേപോലെ ചെറിയ ഈ കാരവാൻ ബസ്. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് നമ്മൾ സ്വപ്നം കണ്ട സംഭവങ്ങളാണ് ഞങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഇറങ്ങിയ ഡിഫൻഡർ മേടിക്കാനോ അല്ലെങ്കിൽ ഈ പിന്നെ ലാൻഡ് ക്രൂസർ മേടിക്കാൻ അതിനെക്കുറിച്ചല്ല. അതായത് നമുക്കിപ്പം ആർക്ക് ഏത് വണ്ടിയും മേടിക്കാം, അടവിനും എല്ലാ സംഭവത്തിനും നല്ല ബാങ്ക് ട്രാൻസ്ഫറിനും എല്ലാം കിട്ടും. പക്ഷെ അതിലല്ല കാര്യം, നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മൾ മേടിക്കാം. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആഗ്രഹം പണ്ട് മുതലേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. പണ്ട് ഞങ്ങൾ ഇരുട്ടിന്ന് ഒരു ആക്കി ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂറുകളുള്ള പുള്ളി ഞങ്ങളെ ടാറ്റയുടെ സഫാരി സ്ട്രോമിലോ ഒന്ന് കൊടുക്കുന്നില്ല. അപ്പം ആ പുള്ളിയുടെ ആ ഒരു സഫാരി സ്ട്രോമിൽ കയറിയപ്പോൾ ആ വണ്ടിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അത് മേടിക്കണമെന്ന് ഒരു സ്വപ്നം. പിന്നെ പജീറ കണ്ട് പജീറ മേടിക്കുന്ന അങ്ങനത്തെ സ്വപ്നങ്ങളാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്. അല്ല നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പുതിയ വണ്ടി മേടിച്ച് നമ്മൾ എന്താ പറയുക, ആ പുതിയ വണ്ടി മേടിച്ച് അത് കൊടുക്കാൻ നേരത്തെ അതിന് പറഞ്ഞ വില കിട്ടൂല, അതൊക്കെ നഷ്ടമാണ്. അപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹത്തിലുള്ള സാധനം മേടിക്കണ്ട, അല്ലാതെ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യം. പിന്നെ ആ സമയത്ത് നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം നമ്മുടെ കാര്യത്തിൽ. ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ഇനീഷ്യലായിട്ട് കുറേ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഒക്കെ മാറ്റിയാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പം വീണ്ടും നമ്മുടെ ലോൺ തീർന്നായിരുന്നു. പക്ഷെ ആ ലോണിന് 3.5 ലക്ഷം രൂപ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ കൂട്ടിയെടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ഈ യാത്രയ്ക്ക് ഇനീഷ്യൽ ഫണ്ട് കുറേ വേണം. കാരണം ചൈന കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ പോകുന്ന രാജ്യങ്ങൾ ഏറ്റവും എക്സ്പെൻസീവ് ചൈനയാണ്. അപ്പോൾ അത് കിടക്കാൻ വേണ്ടി കുറേ ഫണ്ട് വേണം. അതൊക്കെ ഞങ്ങൾ ഇനി കളക്ട് ചെയ്തെല്ലാം റെഡിയാക്കി വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കും. കാരണം വണ്ടിയാണല്ലോ മെയിൻ. വണ്ടി ഇറക്കിക്കൊണ്ട് വന്നാലേ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറേ പേപ്പർ വർക്ക് ചെയ്യാണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും നമുക്ക് എത്ര വേണ്ടത് പ്രിൻസാൻ്റെ എടുത്തു നമ്മൾ അതുപോലെ പറവൂർ കവല വന്നു. പറവൂർ കവലയിൽ നല്ല രീതിയിലുള്ള ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ആട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇക്കയുടെ വർക്ക്ഷോപ്പിലെത്തിയത്. നമ്മുടെ ബെൻസും നമ്മുടെ സഫാരിയൊക്കെ പെടുന്ന വർക്ക്ഷോപ്പിൽ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കയുടെ അടുത്ത് ഈ കാണുന്ന ഇവിടെ ഒരു മെഷീനുണ്ട്. ഈ മെഷീൻ വെച്ച് ഇനിയിപ്പോൾ അവിടെ പോയി ഒരു പൈറ്റ് പയറ്റണം. അതായത് മറ്റേ പുള്ളിയുടെ അടുത്ത് മെഷീൻ ഉണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ടും പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു റിപ്പോർട്ട് കിട്ടാണ്ട് ആ റിപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ മെഷീൻ ഒരാഴ്ച ഹായ് ഗൈസ് നോക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട്. ആദ്യം ഇവിടെ ഒരു ഊണ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഊണ് കഴിക്കട്ടെ. പുള്ളിക്ക് നോമ്പായതുകൊണ്ട് പുള്ളിക്ക് പിന്നെ ഊണ് കഴിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഗൈസ് നോക്കൂ, നമുക്ക് നേരെ ഇവിടെ കേട്ടോ ഊണ് കിട്ടുന്ന കട. ഗൈസ് ഞങ്ങൾ ഊണ് കഴിച്ചു, അവിടുന്ന് ഊണ് കഴിച്ചു വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ മെഷീനും കൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകും. സന്തോഷ വാർത്ത, ഈ സബ്ബു ആകുമ്പോൾ ഇൻഫിനിറ്റിയുടെ എന്തൊരു സന്തോഷമുള്ള നിമിഷം, എന്തൊരു നിമിഷം അല്ലേ. ആർക്കെങ്കിലും പൈസ കൂടുതലുണ്ട് ഇതിലേക്ക് അയച്ചാൽ മതി. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ, എത്ര വലിയ സ്വീകരിക്കും. നിങ്ങൾ വരുന്നില്ലേ? വാ, വെറുതെ പോയിട്ട് വരാം. നിങ്ങൾ വൈകിട്ടല്ലേ പോകുന്നേ? അയ്യോ, ഇക്കാൻ്റെ ഇവിടെ മ്യൂസിക് ഓൺ ആക്കട്ടെ. ഓൺ ഇതെന്നാ വേൾഡ് ഓഫ് അതൊന്നും അല്ല, അവിടെ എഴുതിയത് കൊണ്ടാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോയി. ഇതിനാണോ നമുക്ക് സഫാരിക്ക് പോവാം? വാ, ഒരു വണ്ടിക്ക് പോവാ, തിരിച്ചു കൊണ്ടുവന്നാ പോലെ. അതിനാ അല്ല അത് വേണ്ട, എനിക്ക് വണ്ടി കൊണ്ടുപോകണം. ഇവിടെ ഇരുന്നില്ല, എനിക്ക് 2 ദിവസം വണ്ടി വേണം. അല്ല എന്നാ ഞാനും എടുക്കാം. ഞാൻ നിങ്ങൾ എന്റെ പുറകെ വന്നാണ്. ഇത് പോസ്റ്റിന്റെ പരിപാടിയാണ്, അത് പോസ്റ്റ് ആയിരിക്കും. ഇതന്നെയൊക്കെ ഇന്ന് ഇത്ര തിരക്കാ ഇവിടെ? ഇവിടെ നിന്ന് തന്നെ പറ്റിയ ഇതെടുക്കുന്നു. ഗൈസ്, ഇത്രയും ലക്ഷറി കാർ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നത് മാരുതി സുസുക്കി ഇഗ്നസ്. എന്തായിരിക്കും എൻ്റെ ഗുഡൻസിക്ക? എന്തായിരിക്കും? കണ്ണാടി വെച്ചോണ്ട് നിങ്ങൾ മിണ്ടൂലെന്നാണോ? ഗൈസ് ഞങ്ങൾ നേരെ പോവാം. നമുക്കാണ് അതിൽ പോവാം. പുള്ളിയിൽ വരട്ടെ. ഏത് വണ്ടി? അപ്പോൾ നമ്മൾ സഫാരിക്ക് തന്നെയാണ് പോകുന്നത്. ലാഭം നെഹിഹേ. ഗൈസ് ഈ കാണുന്ന വണ്ടി കൊടുക്കാനുള്ളതാണ്. ഏതാണ്ട് 1,50,000 രൂപ കൊടുക്കുമോ? ഇല്ല. എന്നാൽ ഗൈസ് ഈ കാണുന്ന കയറി കൊടുക്കാനുള്ളതാണ്. ഇവിടെയുള്ള എല്ലാം കൊടുക്കും കേട്ടോ. ഗൈസ് വേറൊരു സംഭവം. ഏത് അത് കൊടുക്കണോ? തീരുമാനിച്ചോ? എത്ര പറയുന്നേ? കൊടുക്കുവാന്നാ പറഞ്ഞേ? എൻ്റെയൊക്കെ എന്നാൽ എനിക്ക് മേടിച്ച് വെക്കാം. ഇത് ആരുടെ വീടുന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങ് പോവുക. ഇതേ കിടക്കുന്നു. ഇതിനകത്തൊരു ഓഡിറ്റിറ്റി ഉണ്ട് കേട്ടോ. ഇക്ക എത്ര കേൾക്കാം? കൊതിയോ നിൽക്കുക കേട്ടിട്ട്. അത് ഓഫാക്കി കഴിഞ്ഞ് പറയാൻ കേട്ടോ. നല്ല വിലയായിരിക്കും, നല്ല വിലയായിരിക്കും കേട്ടോ. ഗൈസ് അടുത്ത ദിവസം നമ്മളിനിയിപ്പോൾ 6 മാസം കഴിഞ്ഞ് നിൽക്കാനൊക്കെ കാണുള്ളൂ. നമ്മളിനി പോയി കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ നിന്നൊക്കെ പോയിട്ട് ഇനി വിളിക്കാം. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ നല്ല കീട്ടിൽ അച്ചാറായിരുന്നു കേട്ടോ. എനിക്ക് പായസവും മറ്റ് സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അച്ചാർ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കാണുന്ന ഇത് കണ്ടോ നിങ്ങൾ, ഒരു മഹീന്ദ്രയുടെ XUV 500 അങ്ങ് ദൂരെ ആ കാണുന്ന ഇക്കെടുത്ത വണ്ടി കേട്ടോ. ലോട്ടറി അടിച്ചു കള്ളൻ. ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രത്യേകതയാണ് കയറാൻ നേരത്ത് സീറ്റ് പൊക്കണം. അതായത് മറ്റേ ബാക്കോട്ട് താത്ര ചൂടാ, ഈ സീറ്റും പൊക്ക്. നോക്കൂ, ഞങ്ങൾ ഫൈനലി പ്രിൻസാൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകാട്ടോ. വാ കേറാ. നിങ്ങൾ വന്നില്ലേലും കുഴപ്പമില്ല, പെട്ടി പോവാം. ആർ യു റെഡി? ഐ എം ഗോയിങ് ടു വർക്ക്ഷോപ്പ്. നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇതിന്റെ ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ കാണുന്ന വണ്ടി ഇഥനോൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇത് മഹാരാഷ്ട്രയിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ വന്നു കിടക്കുന്ന വണ്ടികളാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മനോരമയുടെ, അതായത് ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലേ മനോരമയുടെ മറ്റേ ന്യൂസ്, അത് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഇത് IOCയുടെ അവിടെ ഇടാൻ സമ്മതിക്കാതെ ഇവിടെ കിടക്കുന്നതാണ്. ഒരാഴ്ച കൊണ്ടാണ് പാസ് കിട്ടിയത് IOCയുടെ ഉള്ളിൽ കയറുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇവര് ടോയ്ലറ്റ് പോകാൻ എവിടെ പോകും അല്ലേ ഏട്ടാ? എവിടെ പോകും? പിന്നെ അതേപോലെ തന്നെ ഇവര് പറഞ്ഞു ഇത് അപകട സാധ്യത വളരെ കൂടുതലും വെയിലടിക്കുന്നുണ്ട്. ഇത് പൊട്ടിത്തെറിക്കാനും തീ പിടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇവര് ചൂട് ഇത് കാരണം ഇതിന്റെ പിന്നെ ഈ ട്രക്കിന്റെ അടിയിലാണ് കിടന്നുറങ്ങുന്നതെന്ന് കേട്ടാ പറഞ്ഞു. ഇന്നലെ പിന്നെ മനോരമ ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അല്ല കാലിയല്ല, ലോഡാ. ഇത് ലോഡി വന്ന് കിടക്കുന്ന എഥനോളാ സാധനം. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെത്തി. ഞങ്ങളുടെ സഫാരിക്കൂട്ടിന് ഇവിടെ ഉണ്ട്, ഇക്കയുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രിൻസേട്ടൻ്റെ ഇവിടെ ഉണ്ട്. പ്രിൻസേട്ടൻ ഇന്നലെ നല്ല ഫോമിലായിരുന്നു കേട്ടോ. പ്രിൻസേട്ടൻ അതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി അങ്ങോട്ട് പ്രിൻസേട്ടാ വാ. ഇന്നലെ ഞാൻ മറ്റേ തത്ത കൂട്ടി ഇങ്ങനെ നോട്ട് കണ്ടപ്പോൾ എനിക്കറിയാം പുള്ളി നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നു. ഇന്നലെ ഞങ്ങൾ പ്രിൻസേട്ടനോട് പറഞ്ഞു ഫിറ്റായിട്ട് നിന്നോളാൻ പറഞ്ഞു. ഇതിൻ്റെ ഫിറ്റ്നസ് പേപ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഫിറ്റായിട്ട് നല്ല സെറ്റപ്പായിട്ട്
എന്നാ മിണ്ടാത്ത തന്നെ ഇന്നലെ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കേ കഴിച്ച് നോക്കൂ. അതായത് ഫൈനലി ഇന്നലത്തെ പോലെയല്ല നമ്മുടെ പിന്നെ ഇത് അതായത് ഈ സാധനം സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രിൻസ് ചേട്ടാ അതായത് ഈ സംഭവം ഇല്ലേ ഇത് 2 എണ്ണം വെക്കണം ഭയങ്കര കൂളിംഗ് കിട്ടും എന്നോട് ഒരു വണ്ടിക്കാരൻ പറഞ്ഞു. ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ഫാൻ 2 എണ്ണം വെക്കണം. അതായത് ഒരെണ്ണം ഉള്ളൂ. അപ്പം കൂളിംഗ് ഒന്നും കൂടെ കൂടും. അപ്പം വേറെ എ സിയും കാര്യങ്ങളും കയറണം. ഇതിലുള്ള ഓരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയോ? എന്തായാലും ഇന്നലെ ഫിറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റൊരു മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ബെൻസിനൊക്കെ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ മറ്റേ സാധനം. നിങ്ങളുടെ മെഷീൻ എന്ത് ചെയ്യും? അത് ഇന്നലെ ഫിറ്റ് പറഞ്ഞല്ല, സത്യം പറഞ്ഞാണോ? പൂനെക്കല്ലേ, നിങ്ങൾ തിരുവനന്തപുരത്തല്ലേ എടുത്തോട്ടെ? പാവപ്പെട്ടോ ഇന്നലെ എന്നൊക്കെ കാണിച്ചു. എന്നിട്ട് ഇന്നലെ ഇച്ചിരി വെളുത്തിട്ടുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ടോ ഇന്നലെ പറഞ്ഞു പറ്റിയൊക്കെ? ഓരോന്ന് ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ മനസ്സിലാ. ഇതന്നെതാ സ്റ്റീറിങ്ങിന്റെ ഗിയറിന്റെ ലിവർ. ഇത് പഴയ ലിവർ. ഇത് തന്നെയാണ് പ്രശ്നം. ഇതിന് ഈ പ്ലേ ഇത് മാറ്റി. ഇതിനോ ഇതിന് എന്നാ വില ഉണ്ട്? അതെ സോറി ചേട്ടാ, ഇതിന് മാത്രമോ? ഫോർസിന്റെ സാധനം വിലയായി. എല്ലാം ബെൻസിന്റെ ഒരു മയാലും അല്ലേ? അപ്പോൾ ഗൈസ് നോക്കൂ. അപ്പോൾ ആ സാധനം മാറി. മറ്റേ ബ്രേക്കിന്റെ മറ്റേ സാധനം ഇന്നലെ നിങ്ങളത് ലെവലല്ലാത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്തേ ആ ബ്രേക്കിന്റെ മാറ്റി എന്ന് പറഞ്ഞാൽ കമ്പി എന്ത്? നോസിലല്ല, നോസിൽ ഇത് ഇന്നലെ കാണിച്ചു തന്നെ. ബ്രേക്കിന്റെ നമ്മളൊരു കമ്പി പോകുന്നത് മാറ്റിയെന്ന് പറഞ്ഞില്ല. ബ്രേക്കിന്റെ ഫ്ലൂഡ് പോകുന്ന പൈപ്പ്. അതെന്തിയേ? ആ സാധനം എനിക്ക് കിട്ടണം. അതെ പ്രിൻസേട്ടാ, ഇതല്ല പ്രിൻസേട്ടാ, മറ്റേ അവിടുന്ന് ഇങ്ങനെ വരുന്നൊരു പൈപ്പില്ലേ, അടിയിലേക്ക് വന്നൊരു വലിയ പൈപ്പ്. ബ്രേക്കിന്റെ മറ്റേ ആ ഓയിൽ പോകുന്ന ഫ്ലൂഡ് പോകുന്നേ, അത് ബെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതും കൂടെ ഒന്ന് മാറണം. അതിന്റെ നടുക്ക് അവിടെ എവിടെ അങ്ങനെ പൊട്ടിയിട്ട് ബെൽഡ് ചെയ്ത്. പ്രിൻസേട്ടാ നമ്മുടെ ചെമ്പിന്റെ നിറവുള്ളൊരു പൈപ്പില്ലേ പ്രിൻസേട്ടാ? ഇത് തന്നെ. ഇങ്ങനത്തെ തന്നെ. ഇങ്ങനത്തെ അന്ന് പൊട്ടിട്ട് മാറ്റിയ ഈ പോകുന്ന 2 ലൈനിലേത് ഒന്ന് ബേക്കോട്ട് പോകുന്നത്. അത് തന്നെ കറക്റ്റ്. ഇത് ബെൻസാ അതിനാ ഇതല്ലേ തണുപ്പ് കിട്ടൂല. ഇത് ഇവിടെ ഇല്ലല്ലോ, എ സിയുടെ ഇവിടെ ഇല്ല. എ സി കണ്ടിട്ട് മാറ്റാം അല്ലേ? കണ്ടൻസർ ഏതായാലും മാറ്റിക്കളയാം. അല്ലെ നമുക്ക് കണ്ടൻസർ മാറ്റാതിരിക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. നിർത്തിയൊരു പൈപ്പ് പിടിക്കുന്നു, ഇങ്ങനെ അങ്ങ് അടിക്കുന്നു. വെള്ളം ഒക്കെ പറഞ്ഞത് ഈ കാണുന്ന എ സി ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ. കണ്ടൻസർ വാങ്ങേണ്ടി വരുമോ? വേണ്ട വരും. ദൈവത്തോർത്ത് എന്റെ വണ്ടിക്ക് വില പറഞ്ഞാക്കില്ല കേട്ടോ. നിങ്ങളുടെ സ്വഭാവം നിങ്ങളത് കറങ്ങുന്ന ഇതിന്റെ കച്ചവടത്തിന് വന്നാണോ? ഇതിന്റെ കച്ചവടത്തിന് വന്നാണോ? ഇപ്പൊ ഒരു കഴിഞ്ഞാത്തൊരു പൈസ നെഞ്ചത്തെ തിരുമൊക്കെ നോക്കിയേ, പുള്ളി ഡോറൊക്കെ തുറന്ന് നോക്കി. നല്ലൊരു സാധനം വന്നിട്ടുണ്ട് ചെറിയ പൈസക്ക്. ഇപ്പൊ ഒപ്പിക്കാം. ഇത് നാളെ കിട്ടും. നാളെ ഇത് കൊണ്ടുപോയി മറ്റേ സൈന്യൂസിൽ കൊണ്ട് പണിയെടുക്കാണല്ലോ. എവിടം വരെ പോകുന്ന വണ്ടിയാണല്ലോ ഇത്. ഗൈസ് നോക്കൂ, അങ്ങ് ബ്രിട്ടൻ വരെ പോകേണ്ട വണ്ടി കേട്ടോ. ബ്രിട്ടൻ ചിലപ്പോൾ ഞങ്ങൾ ബ്രിട്ടനിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകും. ഈ ടയറൊക്കെ ഓക്കെ ടീക്കാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും. എന്റെ ആഗ്രഹം എനിക്ക് അമേരിക്കയിൽ പോകണം. എന്നിട്ട് അവിടെ കുറച്ച് കാലം നിൽക്കണം. അമേരിക്ക അല്ലേ? പ്രിൻസ് ചേട്ടാ, ഈ കണ്ടൻസർ വിഷയമാണ് പ്രിൻസ് ചേട്ടാ. ഇവിടെ അല്ലല്ലോ, ഇവിടെ അല്ലേ? എ സി എടുത്ത് അല്ല, സാധനം പെട്ടെന്ന് കിട്ടുന്നല്ലേ കണ്ടൻസറൊക്കെ. മറ്റേ ജോജയുടെ എടുത്തുകൊണ്ടോ? ജോജയാണ് ഞങ്ങളുടെ ആള്. മറ്റേ നമ്മുടെ എയർപോർട്ടില്, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അവിടെ ജോജനം കൊണ്ട് സാധനം പണിക്കാറ്. അത് അതിനെ വില ചോദിച്ചു. അതിന് 2500 ഉള്ളൂ. ഈ ബൾബ് 2 എണ്ണം മാറ്റം കേട്ടോ. അതായത് ഈ ബൾബും പിന്നെ ഈ ബൾബും മൊത്തം മാറ്റിട്ട് ലൈറ്റ്. പിന്നെ അത് നല്ലതില്ല, എറണാകുളത്താ. ഓട്ടോഫോം എങ്ങനെയുണ്ട്? അതിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ് നിങ്ങൾ പറഞ്ഞത്. കള്ള സത്യം പറ, ഇന്ന് നോമ്പായിട്ട് ഞാൻ വരൂല. അതെ, മറ്റേ പുള്ളി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോട്ടോ.
ഉള്ളി ഇതിന്റെ ഫോട്ടോയും പുറം വേറെ വണ്ടിയുടെ ഫോട്ടോ. ഒരു കച്ചവടത്തിന് ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ എല്ലാം ശരിയാക്കാം. ഗൈസ് മുഴുത്ത കച്ചവടക്കാരനാട്ടോ, പെട്ടു. പവർ വിൻഡോ താഴെ നില്ലെന്ന് പറഞ്ഞു. ഇല്ല, അത് മാറ്റണം. അത് ഞാൻ വേറെ മേടിച്ചു കൊടുത്തോളൂ. കുഴപ്പമില്ലല്ലോ. ഇത് എന്നത്തേക്ക് തരും? നാളെ. താങ്ക് യു മിസ്റ്റർ പ്രിൻസ്. നാളെ ഞങ്ങളുടെ വണ്ടി തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ ഈ കാണുന്ന ഫ്രെയിമിലൊക്കെ എന്നെ നടന്നതിൽ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങോട്ട് തകർത്ത് വാരി. എന്നിട്ട് തിങ്കളാഴ്ചയാണ് വരുന്നത്. കൊണ്ടുപോയില്ലേ അത്? അതിന്റെ പരിപാടി കഴിഞ്ഞോ? എനിക്ക് ഈ AC-യുടെ അടിയിലെ സാധനമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞേ, ആ സാധനമൊക്കെ മാറാണ്ട്. അത് മാറണം. പിന്നെ ഇത് ഉറഞ്ഞു പൊട്ടുമല്ലോ, ഉറപ്പല്ലേ? അതല്ല പ്രിൻസ് ചേട്ടാ, ഈ ഇന്നലെ പറഞ്ഞില്ലേ ഈ കാണുന്ന പൈപ്പ് ആണോ? ABS-ന്റെ ഒക്കെ നോക്കിയായിരുന്നോ? ക്ലാമ്പ് സംഭവങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ അവ കൊണ്ടുതരാം. ആരും പറയാ കൊണ്ടുവരാം. ഓർഡർ ചെയ്യും. എന്റെ പ്രിൻസ് നാളെ വണ്ടി വാക്കാട്ടോ. ബുധനാഴ്ച വണ്ടി തരാന്ന് പറഞ്ഞു. ബുധനാഴ്ച നമുക്ക് വണ്ടി തരുന്നു. നമ്മള് സൈനസ് നേരെ കയറ്റുന്നു, പണിയെടുക്കുന്നു. ഇനി വേറൊരു കേസ് ഉണ്ട് കേട്ടോ. അതായത് ഇത് അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ. AC-കാരനെ കൊണ്ട് ഇവിടുന്ന് കിട്ടിയോടെ AC-കാരൻ്റെ അടുത്തുണ്ടോ? ഉണ്ടോ? ഹലോ. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ? ഇത് പ്രിൻസ് ചേട്ടാ, ഇവിടെ ബെന്റെ പ്രിൻസ് ചേട്ടാ, ഇതുണ്ടോ? ഇത് ബെന്റെ പ്രിൻസ് ചേട്ടാ, അതാ ഈ ഏറ് വരുന്നത്. ഹലോ, അതാ തോന്നുന്നു കേട്ടോ. കാണുന്ന ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് മേടിച്ച ബഡ്സ്. ഓ, പുതിയ സാധനം. ഇതേ ലൈറ്റുകൾ എത്ര എണ്ണോടാ? ഇതേ അതേ കിടക്കുന്ന ഒരെണ്ണം. എന്റെ പൊന്നെ, കാണാണ്ട് പോയ ലൈറ്ററുകൾ. ഇതൊന്നും തായ്ലൻഡ് കേട്ടോ, തായ്ലൻഡ്. ഇത് മലേഷ്യ തോന്നുന്നു, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നിന്ന് മേടിച്ച ബഡ്സും കാര്യങ്ങളൊക്കെ ആട്ടോ. വണ്ടിയുടെ ഒരു ബീഡിങ് മിസ്സിങ്, അത് ചോദിക്കുക. ഈ വണ്ടി ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയുടെ പണി ചെയ്തെന്ന് ആരും പറയില്ലല്ലോ. ഇല്ല, പക്ഷെ അത് അങ്ങനെയാണ്. വീടും വണ്ടുപണി കറക്റ്റ് സമയത്ത് സാധനം റെഡിയാക്കി അല്ലേ? അതൊരു യാഥാർത്ഥ്യാട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഈ കാണുന്ന ഈ വണ്ടികളൊക്കെ വെറുതെ കൊണ്ട് കയറ്റിയാക്കുന്നല്ലോ. ഇതൊക്കെ പണിയുള്ളതുകൊണ്ട് കയറ്റിയാക്കുന്നത്. നോക്കി എത്ര വണ്ടിയാന്ന് നോക്കി. ഇതേപോലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വണ്ടികളും. ഈ കാണുന്ന ട്രാവലർ, ഈ സംഭവങ്ങളൊക്കെ ഡീസൽ വണ്ടിയൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ കൊണ്ട് ഒരു പരിപാടി, ഇതൊക്കെ ഒരു സീസൺ മൊത്തം ഓടിയിട്ട് പണിയാൻ വേണ്ടി കയറ്റിയാക്കുന്നതാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ട്രാവൽ അങ്ങനെ മേഖല ഇപ്പൊ അൺസീസൺ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പരീക്ഷ അങ്ങനെ കാര്യങ്ങൾ വരുന്ന ഇപ്പം ടൂറുകൾ കുറവാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ പല സ്ഥലത്തും കയറുന്നത്. നമ്മുടെ വണ്ടിയുടെ പ്രൊഫഷണൽ ഡോക്ടർ എത്തിയിരിക്കുകയാണ്. വാ കുഞ്ഞിക്ക വാ. അതിന് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. വാ ഗൈസ്, നമുക്ക് വണ്ടി സ്കാൻ ചെയ്യാൻ പോവാണ്. അതായത് ഇക്കടുത്തുള്ള മെഷീൻ എത്ര ലക്ഷത്തിന്റെ? 4.5 ലക്ഷത്തിന്റെ മെഷീൻ വെച്ചാണ് നമ്മളിപ്പോ ഈ സംഭവം സ്കാൻ ചെയ്യുന്നത്. പ്രിൻസേട്ടന്റെ എത്ര ലക്ഷത്തിന്റെ ഇതാ മെഷീനാ? ആദ്യം നമ്മൾ എടുത്തപ്പോൾ ലാപ്പോട്ട് 4 രൂപ. ഓ, പ്രിൻസേട്ടന് 4 രൂപ, ഇത് 4 രൂപ. 4 രൂപ. ഇപ്പോൾ 82,500. BS6 അപ്ഡേഷൻ കൊടുത്തേക്കണം. അപ്ഡേഷൻ അല്ലേ? അപ്ഡേഷൻ നമുക്ക് മറ്റേ ഇതിന്റെ വന്നിട്ടില്ലല്ലോ. BS4 വരെയല്ലേ, BS6 നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്കോ? അതിന് കൊടുത്തിട്ട് നിങ്ങൾക്കോ കിട്ടിയില്ല. എന്റെ മെഷീന് വലിയ വിലയൊന്നുമില്ല. ഈ 2 മെഷീൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സെയിം മെഷീനിൽ തന്നെ എല്ലാം നടക്കുമോ? അത് തന്നെയാണ് നിങ്ങളുടെ? അല്ലല്ലോ. അല്ല, നമുക്ക് ഫോർട്സ് മാത്രമേ ഉള്ളൂ. ഇത് മൾട്ടിയാ, എല്ലാം കിട്ടും. അത് മേടിച്ചാൽ സ്കാനർ ആട്ടോ പുള്ളി. ഐസ് നോക്കും, നമ്മൾ നമ്മുടെ മെഷീൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനി ഓൺ ആക്കണം. എന്നിട്ട് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ സ്കാനർ ആട്ടോ ഉദ്ദേശിക്കുന്നല്ലേ കേട്ടോ? എന്തെങ്കിലുമൊക്കെ പറയടാ. എന്നാലും നിന്റെ ആശ നിന്നെ കൊണ്ട് സംസാരിക്കാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു. ഇന്നലെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ആശാൻ? ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നില്ലേ? ഗൈസ് നോക്കൂ, അതായത് ഇക്ക കുത്തിയാലോ? കേട്ടാ മനസ്സേട്ടാ? എവിടെയാ? നമുക്ക് റിപ്പോർട്ട് കിട്ടണം. ആ റിപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് കളിക്കുന്നത് കേട്ടോ. ഇത് നോക്കൂ. അയ്യോ, എന്റെ ചെവിയുടെ അവിടുന്ന് ഇവിടുന്ന് എന്ത് സാധനം പോയി? കിളി പോയോ? അതിനടാ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് പോയിട്ടാ. ഓ, അതൊരു സാധനം പോയി എൻ്റെ. ഈ കാണുന്ന മെഷീൻ ഇത് വയർലെസ്സാ? നമ്മുടെ വയർലെസ് ആണോ? ഓട്ടോമാറ്റിക് ആണോ? ഇത് അവിടെ കുത്തിയിട്ട് അവിടെ നോക്കിയാൽ മതി. ഗൈസ്, അപ്പം ഒരു പോയിന്റ് നിങ്ങൾക്ക് കേട്ടോ കൂടുതൽ. നിങ്ങളുടെ വയർലെസ് അല്ലല്ലോ ചേട്ടാ? ഗൈസ്, ഈ സ്പീക്കറൊക്കെ മാറ്റോട്ടെ. ഇതൊക്കെ മൊത്തം ഇതിൻ്റെ അകത്തൊക്കെ മറ്റേ പഴയ റേഡിയോയ്ക്കകത്ത് പാട്ട് കേൾക്കുന്ന പോലെ കേട്ടോ. ഈ സ്പീക്കർ മാറ്റണം. നല്ല കമ്പോണൻറ്റ് സ്പീക്കർ,
കമോൺ സ്പീക്കറിൽ കേട്ടണം. പിന്നെ ഈ പവർ വിൻഡോ ഒക്കെ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇതിൻ്റെ എല്ലാം വിഷയം എന്ന് വെച്ചാൽ ജോജോ എന്ന് പറഞ്ഞാൽ ആ വലിയ മനുഷ്യൻ്റെ അടുത്ത് പോയി വണ്ടി ഇറക്കിക്കൊണ്ട് വരലാണ് ഏറ്റവും പാട്. അവിടെ AC വർക്കിന് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് പരിപാടി പെട്ടെന്ന് കഴിഞ്ഞ വർഷം എന്നെ ഇതെന്നറിയോ, നമ്മള് പൈസ കുറയ്ക്കുന്നു പറഞ്ഞിട്ട് 14,000 രൂപ ബില്ല് കൂട്ടിയിട്ടു, എന്നിട്ട് 10,000 രൂപ കൊടുത്തു അല്ലേ? 10,000 ആയിരുന്നു ബില്ല്. നമ്മൾ 4,000 ഉള്ളിൽ ചവിട്ടി. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇവിടെയൊക്കെ ചെറിയ തുരുമ്പും സംഭവങ്ങളും ചെളിയൊക്കെ ഉണ്ടാക്കുന്ന റെഡിയാക്കി എടുക്കുന്നത്. ആ സ്ക്രീൻ കത്തി, സ്ക്രീൻ ആയോ? ഓ അവിടെ സ്കാൻ ചെയ്യുന്നുണ്ടോ കേട്ടോ ഗൈസ്. ഞാനില്ലാതെ അവിടെ സ്കാനിങ് അത് സാധ്യമല്ല. ഓഫ് ഗൈസ് നോക്കൂ, ഇവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് എന്ത് എന്നെ കൂട്ടുന്നേ? ഈ കളിക്ക് എന്നെ കൂടെ കൂട്ട്. ആ ഇവിടെ എത്തിട്ടോ. ആദ്യം ഈ കാണുന്ന ഇതാണ്, പിന്നെ ഇതന്നെ കൺട്രോൾ VIC, പിന്നെ ഇത് അങ്ങനെയും പറയാം. വിദ്യാഭ്യാസമുള്ള അങ്ങനെ നമുക്ക് പിന്നെ വിഷയം ലൈസൻസ് സത്യം പറയട്ടെ, ഞാൻ അതാ പറഞ്ഞത്. ചേസസ് നമ്പർ വേണം. ഊമ്പി എവിടെ RC-യുടെ കോപ്പി ഉണ്ടോ? വേണ്ട വേണ്ട, ഈ വണ്ടിയുടെ സൈഡിലുണ്ട്. സൈഡിലുണ്ടെന്നേ പ്രിൻസേട്ടാ പറഞ്ഞു തരുമോ? പ്രിൻസേട്ടാ സീറ്റിലുണ്ട്. അല്ല പ്രിൻസേട്ടാ, അപ്പുറം ഉണ്ട് പ്രിൻസേട്ടാ. എന്തിനാ അടിക്കുന്നത്? നമ്മുടെ സീറ്റിന്റെ സൈഡില് അവിടെ ഉണ്ടല്ലോ. ഗൈസ് നോക്കൂ, ചേസസ് നമ്പർ കൊടുക്കണം. ഓ ഇത് കൊള്ളാട്ടോ. ഇനി വണ്ടി നമ്പർ വേണോ? വണ്ടി നമ്പർ വേണ്ട. എൻ്റർ യുവർ VIN അതാണോ ചേസ്? വെഹിക്കിൾ ഐഡന്റിഫൈ നമ്പർ. അതിന് എന്നെ ശരിയാണല്ലോ. ആ പറഞ്ഞോ ഗായ്സ്. നോക്കൂ, പ്രിൻസ് ചേട്ടൻ നമ്മുടെ ചേസ് നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. ചേസ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇതിന്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടാണ് നമുക്ക് മെയിൻ. റിപ്പോർട്ടില്ലാതെ ഒരു പരിപാടി നടക്കും. നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു മെഷീനും കൂടെ വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? പലവട്ടം റിപ്പോർട്ടിന് ഇനിയും പലവരും കറങ്ങി നടക്കണ്ടല്ലോ. അതായത് ഇവിടെ എന്തൊരു സൗണ്ടൊക്കെ കേട്ടല്ലോ. അതിനാ സൗണ്ട് നമ്മുടെ ഇത് കിട്ടിയോ? നമ്മൾ ഈ വണ്ടി കിട്ടിയോ? അതല്ലടാ, നമ്മുടെ വണ്ടി സിസ്റ്റത്തിൽ കിട്ടിയോ? ഇപ്പൊ കിട്ടിയേക്കാ കിട്ടൂല. മെയിൻ സാധനത്തിൽ ഇട്ടിട്ട് കിട്ടുന്നില്ല. മറ്റേതാണോ B ആണോ? എന്നാ അല്ല, ഒരു ലെറ്റർ. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ സ്റ്റേജ് നമ്പർ മാറിപ്പോയാലും കിട്ടൂല. ദൈവം ഇത് 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ റിസൾട്ട് കിട്ടുന്ന പോലെ നോക്കിക്കോളാം. നമുക്ക് ജയിച്ചോ? നമ്മൾ ജയിച്ചോ? ദൈവം സത്യമാണല്ലോ, എല്ലാ സാധനവും ഫെയിൽ കേട്ടോ. ഇതേ പഠിക്കാത്തുള്ള വണ്ടിയെന്ന് തോന്നുന്നു. ഇൻ പ്രോസസ്സിങ് കിട്ടുന്നുണ്ടേക്കാ. എൻ്റർ ഇക്ക ഒന്ന് പറയേക്കാ. നടക്കുവേക്കാ. എന്നാ ബഡ്സ് ഇന്തോനേഷ്യയിൽ നിന്ന് പിടിച്ച ബഡ്സ് ചെവിയിലിട്ട് കേൾക്കുന്നില്ലെങ്കിൽ കഴിച്ച് നോക്കൂ. അതായത് ഈ കാണുന്ന സാധനം ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ എത്ര ദിവസം പാവം പ്രിൻസിയുടെ റിപ്പോർട്ട് എടുക്കാണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന സിസ്റ്റം അയച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ശ്രമിക്കും കേട്ടോ. ഇതിന് അത്യാവശ്യം എനിക്കൊന്ന് ഇന്ത്യ കിട്ടുന്ന എല്ലാ വണ്ടിയും സ്കാൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇന്ത്യ അല്ല, മൊത്തം അല്ലേ? ഓൾ ഓവർ വേൾഡിലുള്ള എല്ലാ വണ്ടിയും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട്, അതായത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ, പിന്നെ അതേപോലെ ഇതിൻ്റെ ഫിറ്റ്നസ്, ഇതിൻ്റെ ഷോക്ക്, ഇതിൻ്റെ ABS, ചക്ക, മാങ്ങ, അങ്ങനെ സകല സാധനം. ടെമ്പോ ട്രാവലർ. അത് കുഴപ്പമില്ല, നിങ്ങളുടെ പേരെന്ത് വേണമെങ്കിലും എഴുതിക്കോ. അത് ടെമ്പോ എന്നോ അല്ലേ? ബജാജ് ടെമ്പോ ട്രാവലർ എന്നല്ലേ? പോൾസ് എന്നുള്ള പേരൊന്നും 14-17 കാലഘട്ടത്തിലില്ല കേട്ടോ. ഇതാണ് ഇപ്പം ഈ പ്രൊഡക്റ്റ് വരുന്നൊരു സാധനമാണ് ഈ കാണുന്ന സാധനം. നമ്മൾ പണ്ടത്തെ ബബിൾ പൊട്ടിക്കില്ല, അതേപോലത്തെ സാധനം കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ടേ 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 എന്ന് സൗണ്ട് വെക്കും അല്ലേ ഏട്ടാ? ഇപ്പം ഇങ്ങനെയല്ലേ വരുന്നേ? ഇങ്ങനത്തെ സാധനത്തിൽ ഈ സാധനം വന്നാ കഴിച്ച് നോക്കി. ഇതിപ്പോൾ സേഫ് ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ഈ നമ്മൾ ഞെക്കിപ്പറ്റി സ്പോഞ്ചില്ല, അതുപോലത്തെ സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചവിട്ടുമ്പോൾ സൗണ്ട് വെക്കും നോക്കട്ടെ. കണ്ടോ, ഇതേ നല്ല രസം കേട്ടോ. ഇതേ എന്തൊരു സന്തോഷം അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ. കഴിച്ച് നോക്കൂ, ഇത് വന്നതിൻ്റെ കേട്ടോ. എന്തായാലും നാളെ വണ്ടി കിട്ടും, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് വണ്ടി പണിത് നമുക്ക് പോകണ്ടോ. എന്നാടാ 077 73 വണ്ടി. KL 73B 0777 ഇയർ 17. ആ റിപ്പോർട്ട് എടുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. ഇത്ര നടന്നു കിട്ടിയല്ലോ, അതെന്നെ ഭാഗ്യം കേട്ടോ. സാധനം സക്സസ് ആയിട്ടോ. ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് പോകാൻ വേണ്ടി വന്നാണ്. നിങ്ങൾ ഞാൻ വിചാരിച്ച ആളല്ല അണ്ണാ ഗൈസ്, നിങ്ങൾ ഞാൻ വിചാരിച്ച ആളല്ല കേട്ടോ. ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് സംഭവം കിട്ടൂല എന്നോർത്ത് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ അവസാനം ഫൈനലി സാധനം കിട്ടി. പുള്ളി കറക്റ്റ് സാധനം എടുത്ത് ഇനിയിപ്പോൾ റിപ്പോർട്ട് എടുക്കാൻ പോകട്ടോ. അത് പുള്ളി ബാക്ക് അടിച്ച് കളഞ്ഞു. ഫോൾട്ടൊന്നും ഇല്ലാന്നുള്ള റിപ്പോർട്ടല്ലേ? അങ്ങനെ പറയല്ലോ, നമുക്ക് ഇതിന്റെ സത്യസന്ധമായുള്ള റിപ്പോർട്ട്. സത്യസന്ധമായിട്ടുള്ള
പക്ഷെ കംപ്ലൈന്റ് ഒന്നും കാണരുത് കേട്ടോ. ഞാൻ കണ്ടതിൽ സത്യസന്ധമായ 2 മനുഷ്യന്മാരാണ്. ഈ ഒരു മനുഷ്യൻ, ഈ ഒരു മനുഷ്യൻ. ഇവരുടെ റിപ്പോർട്ട് സത്യസന്ധമായിരിക്കും അല്ലേ? റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പോട്ടോ. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും നമ്മൾ ഇത്ര ഇല്ല കേട്ടോ, ഇത്ര നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടില്ല കേട്ടോ. 17 ഗൈസ് റിപ്പോർട്ട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഈ റിപ്പോർട്ട് നമുക്ക് മസ്റ്റായിട്ട് ചൈന കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ വിഷയം. ഗൈസ് നോക്കൂ, ചേസസ് നമ്പർ ഒന്നും കൂടെ വേണം കേട്ടോ. അപ്പൊ ഇനി മനസ്സിലാക്കി, ഇനി ചേട്ടനുണ്ടോ ചേസ് നമ്പർ ഇവിടെ കേട്ടോ ഉള്ള. ഇനി ആര് ചോദിച്ചാൽ അടി ഇവിടെ കയറിയാൽ മതി. നമ്മൾ കഴിഞ്ഞ വർഷം പെട്ടുപോയതാ. ഗൈസ് നോക്കൂ, സംഭവങ്ങൾ ഓരോന്നോരം സെറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഈ എടുക്കുന്ന റിപ്പോർട്ട് അത് RC ഓണറിന്റെ പേരിലായിരിക്കണം. ആ റിപ്പോർട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്പറും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. എനിക്കിട്ട് ട്രോളുന്നോ? ഗൈസ് നോക്കൂ, ഞാൻ വേറൊരു കാര്യം പിന്നെ പറയാൻ മറന്നുപോയി. അതായത് നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഈ വണ്ടി കംബോഡിയ പോയപ്പം ഇതിന് കംബോഡിയയിൽ ഒരു RC ബുക്ക് അടിച്ചു തന്നായിരുന്നു. അതിന് 6 വർഷം വാലിഡിറ്റി ഉണ്ട്. ആ കാണുന്ന കംബോഡിയൻ വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം പോയപ്പം കംബോഡിയ കയറി കഴിഞ്ഞപ്പം നമ്മുടെ ഈ വണ്ടിക്ക് ഒരു RC അടിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചൈനയിൽ ചെല്ലാൻ നേരത്ത് ഈ കാണുന്ന വണ്ടിക്ക് ചൈനീസ് RC, ഈ വണ്ടിക്ക് ചൈനയുടെ RC, പിന്നെ ചൈനീസ് നമ്പർ പ്ലേറ്റ്. അതായത് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ചൈനീസ് നമ്പർ പ്ലേറ്റ് വെക്കണം, ചൈനീസ് ലൈസൻസ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ നമ്പറൊക്കെ മാറി ചൈനീസ് നമ്പർ പ്ലേറ്റ് ആയിരിക്കട്ടെ വരാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ആ രാജ്യത്തു നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ ആ സംഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ ലിവിൻ കിലോമീറ്ററും സംഭവങ്ങളും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി. ആ റിപ്പോർട്ട് ഇന്ന് രാത്രി തന്നെ ചൈനയ്ക്ക് അയക്കേണ്ടതാണ്. കാരണം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. കാരണം ഞങ്ങൾ കുറേ ദിവസം ഇതിൻ്റെ പുറകെ നടന്നില്ല. ലാസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മെഷീൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് പുള്ളി ഒരു ചാർജ് ഏർപ്പെടുത്തുന്നതാണ്. പക്ഷേ ഞാൻ ചിരിച്ചു കാണിക്കും. എൻ്റെ മുങ്ങും ഓടണം കേട്ടോ, ലിവിനെ സ്കൂൾ വിട്ട് ഓടുന്ന പോലെ. ഒറ്റ കേട്ടോ, എന്നോട് കാശ് വയ്ക്കില്ല, ഞാൻ തരില്ല കേട്ടോ. ഞാൻ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ആളാണ്. സഫാരി പണിത പിന്നെ 3/4% പൈസ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി 25% പൈസ കൊടുക്കാറുണ്ട് അല്ലേ ലിവിനെ? 25% കേട്ടോ. നിങ്ങൾക്ക് കടമാണോ? നിങ്ങൾ പറ്റാണോ അവിടെ? എത്രയാ? എനിക്ക് 200 പേജിന്റെ ബുക്കാ. ഇവിടെ പറ്റിയോ? ഇവിടെ പറ്റി നോക്കിയോ? നോക്കൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സംഭവങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം റിസൾട്ട് വരുന്ന പോലെയാണ് ഇതിൻ്റെ റിസൾട്ട്. മണി അടിക്കുന്നുണ്ടല്ലോ. അതിനാ അത് എക്സിറ്റ് ആവുന്നതിന്റെ കിട്ടിയോ? റിപ്പോർട്ട് കിട്ടിയോ? ഏഷ്യയിലുള്ള വണ്ടിയാണ് നമ്മുടെ ഏഷ്യൻ വണ്ടി. താഴെ എന്തി ഏറ്റവും ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഫോഴ്സ് ഇന്ത്യൻ. അതെ, ഫോഴ്സ് ഇന്ത്യൻ. അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അല്ല, അതുകൊണ്ടല്ലേ കുറച്ച് ഉണ്ടായിരുന്നേ. ഓ, ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് വന്നോ? ഇങ്ങനത്തെ റിപ്പോർട്ടിന് വേറെ ആരെടുത്ത് പോകണ്ട കേട്ടോ. നമ്മുടെ ഇക്കാര്യത്ത് വന്ന് ചാർജ് ഉണ്ട് കേട്ടോ. ഞാൻ കൊടുക്കുകയില്ല. ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ കരയും, നിന്ന് കരയും. ഇല്ലേക്കാ കട താടിയും മുടിയും മാത്രമേ വളരുന്നുള്ളൂ, നമ്മൾ വളരുന്നില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്തിനാ? വേറെ ഫോട്ടോ എന്തെങ്കിലും കയറി വരും. പുള്ളി അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ കേട്ടോ. നാളെ കഴിഞ്ഞ് നമ്മൾ പോവല്ലേ പത്തനംതിട്ടയ്ക്ക്? ഞാനും പ്രിൻസിപ്പലിനും ലിവിനും കൂടെ നാളെ കഴിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പുള്ളിനെ വിളിച്ചു പറയണം. 3000 രൂപയുടെ നാരങ്ങളും കുടിക്കാം. പുള്ളിനെ വിളിച്ചു പറഞ്ഞാൽ നാരങ്ങളും കിട്ടത്തുള്ളൂ കേട്ടോ. ഇന്ന് വിളിച്ചു പറയാം. അടിച്ചോ? ഓ പെർഫെക്റ്റ്. ഇപ്പം നല്ല സൗണ്ട് കേട്ടോ. നേരത്തെ ഈ സൗണ്ടൊന്നും അല്ലായിരുന്നു. അങ്ങനെയുണ്ട് സൗണ്ട് കിട്ടും. എങ്ങനെയുണ്ട്? നിങ്ങളൊരു ആ കച്ചവടക്കാരനല്ലേ, നിങ്ങൾക്ക് കേട്ടറിയാമല്ലോ. ഗുഡ്. ഇത് എത്രയ്ക്കാണ് ഞാൻ എടുത്തതെന്നറിയാം? എത്ര കിലോമീറ്റർ ഓടിപ്പോഴാണെന്നറിയാമോ? 17,000 കിലോമീറ്ററിലേക്ക് വണ്ടി എടുക്കുക. മറ്റേ ബസ്സും അതെ, കറക്റ്റ് 17,000 കിലോമീറ്റർ. ഒറ്റ ഡിഫോൾട്ട് കാണിക്കുന്നുള്ളൂ. അതെന്നാ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ആണോ? ഈ മെഷീനെ PDF ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ മെയിലായിട്ട് വരും ഈ മെഷീനകത്ത് ഈ കാണുന്ന റിപ്പോർട്ട് കേട്ടോ. അത് സംഭവം പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നമ്മൾ പണിയാണ്ട് വരാൻ നേരത്തും പ്രിൻസിപ്പലിന് ഇതുപോലത്തെ മെഷീൻ വെച്ചാട്ടോ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ടാണ് പണിയുക. കാരണം ഇതൊക്കെ ഇപ്പോൾ സെൻസറായല്ലോ, ആണ് സംഭവം. പക്ഷേ അതിൻ്റെ അകത്തൊരു സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ചെക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ ഇവിടെ, ചെക്ക് റിപ്പോർട്ട്. ആ ചെക്ക് റിപ്പോർട്ട് കിട്ടാനാണ് നമ്മൾ ബെൻസിൻ്റെ BMW ഒക്കെ സ്കാൻ ചെയ്ത് മെഷീനും കൊണ്ടുവന്നത്. ഈ സാധനം സ്കാൻ ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടോ. അത് സംഭവം ഉണ്ട് അതിന് കേട്ടോ. നേരത്തെ വെള്ളം എവിടെയായിരുന്നു കേട്ടോ കുടിക്കാൻ? ഫ്രിഡ്ജിൽ ഭയങ്കര എന്താകും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ചൂടാട്ടോ, സഹിക്കാൻ പറ്റാത്ര ചൂടാ. പൊട്ടിക്കടാ, ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരെണ്ണം കൂടെ. പൊട്ടിക്കടാ. ഇതാണ് കരിമ്പും വെള്ളമാക്കുക എന്ന് പറയാം. കരിമ്പ് വെള്ളമാക്കി കേട്ടോ. സന്തോഷം.
വളരെ സന്തോഷം. നേരത്തെ ഉണ്ടല്ലോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു. ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. സൗണ്ടൊക്കെ മാറി നല്ല നീറ്റ് സൗണ്ടായിട്ടോ. ആഹാ എന്താ സെറ്റപ്പ്. ഇനി ഒരു 20,000 കിലോമീറ്റർ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ലല്ലോ. 20,000 കിലോമീറ്റർ. ഇതിന്റെ ഒരു കാര്യം പറയണം, എത്രയോ ഫോർസിന്റെ എല്ലാവരെയും കാല് പിടിച്ചെന്നറിയോ ഈ സാധനത്തിന് വേണ്ടി. അതേപോലെ മെയിലാണ് ഈ കാണുന്ന മെയില്. ഇതേപോലെ മെയിലാണ്. ഈ മെയിലിൻ്റെ അകത്താണ് സാധനം വരിക. അതിനിപ്പം ഫോണിലേക്ക് അയച്ചെടുക്കും കേട്ടോ. അതാണ് റിപ്പോർട്ട്. അത്രേ ഉള്ളൂ കാര്യം. റിപ്പോർട്ട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം. പുതിയ BS6-ന്റെ സൈലൻസ് അടിച്ചുകൊണ്ട് വന്ന് 2,20,000 കിട്ടുന്നു. ശരിയാണോ അല്ലേ? ആ സംഭവം ശരി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അത് സ്വർണ്ണം. അല്ല വേറെ ഏത് വണ്ടിക്കകത്തേക്കാ ഉള്ള? എല്ലാ വണ്ടിയിലും ഉണ്ട് ഇപ്പൊ. ഏത് BS6ഓ? BS6-ലും ഉണ്ട്. ഇത് ഡീസലാണല്ലോ. പുതിയ BS6 വണ്ടിയുടെ സൈലൻസറിന് നല്ല പൈസ കിട്ടുന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നു. ദൈവത്തെ ഓർത്ത് ആരും അതിന്റെ പുറകെ പോയക്കില്ല. അടി കൂടുതൽ കിട്ടും. അതിന് തന്നെ സ്വർണ്ണം ഉണ്ട്. അതിന്റെ സംഭവം എന്നാ BS6-ന്റെ സാധനം മാറാൻ നേരത്തെ ഒന്ന് ചിന്തിച്ചിട്ട് പോയിട്ട് അതെ വണ്ടിയൊക്കെ ഓടിക്കാൻ നേരത്തെ ചിന്തിക്കുക. അടി തട്ടിയാ മേലോട്ട് നോക്കേണ്ടി വരും. 2,20,000 രൂപയോ? എന്റെ അമ്മോ. കൺവെർട്ടറിന് അത് മറ്റേ ഇതുള്ളാരല്ലേ, ആഡ് ബ്ലൂ ഉള്ളാരനല്ലേ. അപ്പൊ അങ്ങനെ വരാൻ നേരത്തെ ഇത്രയും പോരെ നിങ്ങളുടെ പേര്? കാരണം റിപ്പോർട്ട് ഇതിലേക്ക് വരുന്നേ. ആ റിപ്പോർട്ട് നോക്കിക്കോട്ടെ നമ്മള്. ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, പിന്നെ ഹസാർഡ് ലൈറ്റ്, അതായത് ഡബിൾ ഇൻഡിക്കേറ്റർ, എക്സ്റ്റീരിയർ ലാമ്പ്. എക്സ്റ്റീരിയർ ലാമ്പ് എന്ന് പറയുന്നത് ഇത് തന്നെ ഹെഡ് ലാമ്പ് ആയിരിക്കും. അല്ല, അത് എക്സ്ട്രാ. ഈ കാണുന്നതൊക്കെ ചൈനയ്ക്ക് പോകുന്നതിന്റെ മുൻപടിയായിട്ടുള്ള നമ്മള് റിപ്പോർട്ട് കൊടുക്കുന്ന സാധനം കേട്ടോ. അതായത് ഇൻഡിക്കേറ്റർ, വീൽ അലോട്ട്മെന്റ് ചെയ്യണം വണ്ടീനെയും കൊണ്ടുപോയിട്ട് അതിന്റെ റിപ്പോർട്ട് വേണം. പിന്നെ എല്ലാ ബൾബുകളും കത്തുകൊണ്ട് നോക്കണം. അതായത് സത്യം പറഞ്ഞ ടെസ്റ്റ് എന്തൊക്കെ ചെയ്യുന്നോ ആ സാധനം മൊത്തം ചൈനീസ് ആർട്ടിഒക്ക് വേണ്ടി ചെയ്യുന്ന സംഭവം അല്ലേ? അത് തന്നെ വണ്ടിയുടെ ഉള്ളിലെ ക്യാബിൻ ലൈറ്റ് മുതൽ എല്ലാ സാധനം, കൂളന്റ് എല്ലാ സാധനവും, വിൻഷീൽഡ് വാഷർ, കൂളന്റ്, പവർ സ്റ്റിയറിംഗ് ഓയിലിന്റെ ലിക്വിഡ്, പിന്നെ ബ്രേക്കിന്റെ റിസർവോയറിന്റെ ലെവല്, പിന്നെ ട്രാൻസ്മിഷന്റെ അതിന്റെ ഇത് ഡിഫറൻഷ്യലിന്റെ ഓയിൽ എല്ലാം പക്ക. പിന്നെ 4 വീൽ ഡ്രൈവ് അല്ലാത്തതുകൊണ്ട് അതിന്റെ ടിക്ക് വേണ്ട. സ്റ്റിയറിംഗ് ചോദിച്ചോ എന്നോട് ചോദിച്ചോ. എനിക്കറിയാം കുറച്ച് ലീക്കുകൾ എല്ലാ സംഭവങ്ങളും. പിന്നെ ടയർ സ്പെയർ എടുക്കണം. എല്ലാം എടുക്കണം. സർവീസ് ഉണ്ടാവൂലേ? അത് ഓയിൽ ഫിൽറ്റർ അവിടെ തന്ന ഇരിപ്പുണ്ട്. അല്ല ഈ പ്രാവശ്യം വേറെ എടുക്കാം. പ്രിൻസേട്ടാ കണ്ടൻസർ എന്തായാലും മാറ്റണം. അത് മാറ്റണം. പൈപ്പ് എങ്ങനെയാണ് പുതിയത്? ഏത് പൈപ്പാ? അതോ മറ്റേ തുപ്പലോണ്ട് ഒട്ടിക്കണം? ഏതാ? കണ്ടൻസർ അത് മാറ്റാം. AC മസ്റ്റാ. ആ പിന്നെ മറ്റേ ഇത് പ്രിൻസേട്ടാ റബ്ബർ ബുഷ് കിട്ടിയോ? മറ്റേ കവറിന്റെ എന്നെ നോക്കൂ. ഞങ്ങൾ ഫൈനലി പോവാണ്. ഇനിയും കുറച്ചും കൂടെ പരിപാടിയുണ്ട്. കാരണം നമ്മളൊരു വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ചെയ്യണോ അത് മൊത്തം ചെയ്യാണ്ട്. വീൽ അലൈൻമെൻറ്റ്, കൂളൻ്റ് ഓയിൽ, എൻജിൻ്റെ മറ്റേ എൻജിൻ ഓയിൽ ലെവല്, അങ്ങനെ ബ്രേക്ക് പാഡൊക്കെ മാറ്റിയോ പ്രിൻസേട്ടാ? ബ്രേക്ക് പാഡ് മാറ്റിയോ? ഒരു വരാൻ ഒരു ചവിട്ടുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തെന്നി പോകുന്നുണ്ടായിരുന്നു. മലേഷ്യ കിടന്നതിന്റെ മനുഷ്യന്റെ ഇതേപോലെ എടുക്കുന്നുണ്ട്. ബയോമെട്രിയെല്ലാം എടുക്കുന്നത് അതേപോലെ മനുഷ്യന്റെ സാധനം എടുത്തിട്ട് അങ്ങോട്ട് കയറ്റി വിടുന്നത്. ഇപ്പൊ ഒരു വണ്ടി ഇത് നോക്കി പോവാം. ഐ എം ഗോയിങ്. ദിസ് ഈസ് നോട്ട് മൈ, ദിസ് ഈസ് മൈ. ഐ എം നോ ബട്ട് ഐ എം ഗോ. പ്രിൻസേട്ടാ നമ്മളെല്ലാം പറഞ്ഞ പോലെ അതും കൂടെ മാറ്റിയത് പ്രിൻസേട്ടാ. പൈപ്പ് അത് നോക്കണേ. അതിന് ബെൽഡിങ് ഉണ്ടാവും. ഞാൻ 3000 നാരങ്ങളും വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ. പുള്ളിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും പുള്ളി എടുത്ത് പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ടെസ്റ്റ് ഡ്രൈവ് പോവാം. ഐസ് നോക്കൂ. ഫൈനലി ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തി. ഈ സഫാരിക്കുട്ടീനെ അവിടെ നിർത്തി. ഇന്നലെ മറ്റേ ഫയർ എക്സ്റ്റേഷൻ്റെ സാധനം അടിച്ചോട്ടെ ഇങ്ങനെയായിപ്പോയെ. ഇപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത സംഭവമില്ലേ PDF, അത് ഈ കാണുന്ന അക്ഷയ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി. ഞങ്ങൾ നേരെ പോയി പ്രിൻ്റ് എടുക്കട്ടെ. പ്രിൻ്റ് എടുത്തിട്ട് അതിന് ടിക്കിങ് അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. എന്നിട്ട് വേണം ഇതൊക്കെ ഇന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. എന്തിയാടാ പുള്ളി? ആ ഇത് എപ്പം തരും. ഓ ഗൈസ് നോക്കൂ. മിനി കൂപ്പറി വന്നൊരു ചേട്ടൻ ഞങ്ങളെ കൈ കാണിച്ചു. കണ്ണൂരാണോ വീട്? ആ ഗൈസ് കണ്ണൂരുകാരനാ കേട്ടോ. ഗൈസ് നോക്കൂ. ഇതാണ് നമ്മുടെ സാമ്പ. ഗൈസ് ലെറ്റ് സീറ്റ് എന്ന് പറഞ്ഞ ബേക്കറിയുടെ മുതലാളിയാണ് പുള്ളി. അപ്പം പുള്ളിയുടെ ഫാക്ടറിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് സംഭവം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ പരിപാടി വേണ്ടി നേരെ വർക്ക്ഷോപ്പിൽ പോകണം. ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് എ ടിക്ക്. യാ
റിയർ ലെഫ്റ്റ് യെസ് കമോൺ ഗൈസ് നോക്കൂ ഫൈനലി അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ ഉള്ളിൽ കയറി ഞങ്ങളുടെ വീട്ടിലെത്തി. അതായത് ഇനി കുറേ പരിപാടിയുണ്ട്. അതായത് ഞങ്ങളുടെ ഇൻഷുറൻസിന് ഇനിയും 1 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പം 1 വർഷം വാലിഡിറ്റി ഉള്ള ഇൻഷുറൻസിനെയും അടുത്ത ദിവസം എടുക്കണം. 2 മാസം വാലിഡിറ്റി ഉണ്ടെന്ന് ഇൻഷുറൻസ്. പിന്നെ ഞങ്ങളുടെ ക്യാമറമാൻ ടാക്സ് 1 വർഷത്തെ ഞങ്ങൾ കഴിഞ്ഞ വർഷം അടച്ച്. അതിന് ഇനി 2 മാസത്തെ അത്ര അങ്ങനെ പിന്നെ വാലിഡിറ്റി ഉള്ളൂ. അതും 1 വർഷത്തെ വാലിഡിറ്റി ഉള്ള ക്യാമറമാൻ ടാക്സിന്റെ എടുക്കണം അല്ലേ. ഇതെല്ലാം ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം പോയി എടുക്കണം. അതായത് 1 വർഷത്തെ ഞങ്ങൾ വണ്ടി പണിയുന്നു, മറുവശത്ത് ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് ശരിയാക്കുന്നു അല്ലേ ഗൈസ്. അങ്ങനത്തെ കുറേ തൊല്ല കേട്ടോ. നാളെ ഇനിയിപ്പം കുറേ പരിപാടി വേറെ ചെയ്ത് തീർക്കണ്ട്. ഓ ഗൈസ് നോക്കൂ, എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ അവസാനിച്ചാലും ഞങ്ങളുടെ പരിപാടികൾ തീരുന്നില്ല. ഓരോന്നോരോ നടികൾ ചെയ്തോണ്ടിരിക്കുക. നാളെ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് വണ്ടി എടുത്തോണ്ട് വന്നിട്ട് AC കാരന് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പത്തനംതിട്ടയ്ക്ക് പോകാൻ ടെസ്റ്റ് ഡ്രൈവിന്. അല്ലെ 3 ഇത് 2 സ്ഥലത്തായിരിക്കും. അല്ലേ ഓ ഗൈസ് നോക്കൂ. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീണ്ടും കാണാം. ഗുഡ് ബൈ. അതാണ്